ടെക് ലോകത്ത് പുതിയൊരു വാർത്തയുമായി ഞെട്ടിപ്പിക്കുകയാണ് AI സ്റ്റാർട്ടപ്പായ പെർപ്ലക്സിറ്റി. ഗൂഗിളിൻ്റെ ലോകപ്രശസ്തമായ വെബ് ബ്രൗസർ ക്രോമിനെ $34.5 മില്യൺ ഏകദേശം 29,000 കോടി രൂപയ്ക്ക് വാങ്ങാനുള്ള ഓഫർ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇന്ത്യൻ വംശജനായ അരവിന്ദ് ശ്രീനിവാസൻ CEO ആയ കമ്പനി. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ പെർപ്ലക്സിറ്റി കമ്പനിയുടെ മൊത്തം ഓഹരി മൂല്യത്തിൽ ഇരട്ടിയോളം വരുന്ന തുകയ്ക്കാണ് ക്രോമിന് വിലയായി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വാർത്ത ടെക് ലോകത്ത് പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിരിക്കുകയാണ്. വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ലാണ് അരവിന്ദ് ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ പുതിയൊരു AI അധിഷ്ഠിതമായ സെർച്ച് എഞ്ചിനായി പെർപ്ലക്സിറ്റി ജന്മമെടുക്കുന്നത്. ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ AI ടെക് രംഗത്ത് മുൻനിര സംരംഭമായി കമ്പനി മാറി. സ്റ്റാർട്ടപ്പിന്റെ ഓഹരി മൂല്യം $18 ബില്യൺ എത്തി നിൽക്കുന്നുവെന്ന ഒറ്റ കാര്യം മതി പെർപ്ലക്സിറ്റി ചെറിയ കാലം കൊണ്ട് ഈ രംഗത്തുണ്ടാക്കിയ ഓളം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. സെർച്ച് എഞ്ചിൻ രംഗത്ത് ഗൂഗിളിന്റെ കുത്തകയ്ക്കെതിരെ അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് DOJ ആരംഭിച്ച ആന്റി ട്രസ്റ്റ് കേസിന്റെ പശ്ചാത്തലത്തിലാണ് പെർപ്ലക്സിറ്റി പുതിയ ഓഫറുമായി വരുന്നത്. അവർ മുന്നോട്ട് വെച്ച $34.5 മില്യൺ എന്ന ഞെട്ടിക്കുന്ന തുകയാണ് എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുന്നത്. ക്രോമിന്റെ ബേസ് എഞ്ചിനായ ക്രോമിയം ഓപ്പൺ സോഴ്സായി നിലനിൽക്കുമെന്ന് ഓഫറിൽ പെർപ്ലക്സിറ്റി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇതിലേക്കായി $3 ബില്യൺ നിക്ഷേപിക്കുമെന്നും ഉപഭോക്താക്കളുടെ ഡിഫോൾട്ട് സെർച്ച് എഞ്ചിനായി ഗൂഗിളിനെ തന്നെ നിലനിർത്തുമെന്നും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനെ പൂർണ്ണമായും ഒഴിവാക്കാതെ പെർപ്ലക്സിറ്റിയുടെ AI അധിഷ്ഠിത സാങ്കേതിക വിദ്യയുമായി ഇതിനെ സംയോജിപ്പിക്കാനുള്ള ഒരു നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട്. പെർപ്ലക്സിറ്റിയുടെ ഈ ഓഫറിനെ മാർക്കറ്റിംഗ് തന്ത്രമായും വിലയിരുത്തുന്നവരുണ്ട്. 30 മില്യൺ പ്രതിമാസ ഉപഭോക്താക്കളുള്ള പെർപ്ലക്സിറ്റി 3.5 ബില്യണോളം വരുന്ന ക്രോമിന്റെ യൂസർമാരെ പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് ചിലർ പറയുന്നത്. പുതിയ ടെക് വാർത്തകളിലും ചർച്ചകളിലും ഇടം പിടിക്കാനുള്ള മാർക്കറ്റിംഗ് തന്ത്രമായി തള്ളുന്നവരുമുണ്ട്. ടിക്ടോക്കിന്റെ US യൂണിറ്റ് വാങ്ങാനുള്ള ഒരു ഓഫർ കഴിഞ്ഞ 2025 ജനുവരിയിൽ പെർപ്ലക്സിറ്റി മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ആ ശ്രമം ഫലം കണ്ടിരുന്നില്ല. ഇതിനുശേഷമാണ് കഴിഞ്ഞ ജൂലൈയിൽ കൊമിറ്റ് എന്ന പേരിൽ പെർപ്ലക്സിറ്റി തങ്ങളുടെ AI അധിഷ്ഠിത ബ്രൗസർ പുറത്തിറക്കുന്നത്. സങ്കീർണമായ ഓൺലൈൻ ജോലികൾ കൂടുതൽ ലളിതമാക്കുന്നു എന്ന വാഗ്ദാനത്തോടെയായിരുന്നു ബ്രൗസറിന്റെ അവതരണം. AI അധിഷ്ഠിത സെർച്ച് എഞ്ചിനായി ഗൂഗിളിനോടും ഗൂഗിൾ ക്രോമിനോടും നേർക്കുനേർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു കമ്പനി. അടുത്തിടെ പെർപ്ലക്സിറ്റി സമാഹരിച്ച $1.5 ബില്യൺ ഫണ്ടിങ്ങിന്റെ എത്രയോ 10 മടങ്ങ് വിലയിട്ടാണ് ക്രോം വാങ്ങാൻ കമ്പനി താൽപ്പര്യം അറിയിച്ചിരിക്കുന്നത്. ഒരേ സമയം വെല്ലുവിളിയായും നടക്കാത്ത കാര്യമായും ഇതിനെ വിലയിരുത്തുന്നവരുമുണ്ട്. എന്നാൽ ഈ കരാറിൽ കമ്പനിക്ക് ഫണ്ട് ചെയ്യാനായി നിരവധി വമ്പൻ വെഞ്ചർ ക്യാപിറ്റൽ സംരംഭങ്ങൾ തയ്യാറാണെന്നാണ് പെർപ്ലക്സിറ്റി ചീഫ് ബിസിനസ് ഓഫീസർ ദിമിത്രി ഷെവലങ്കോ വ്യക്തമാക്കിയത്. ക്രോമിന്റെ ഓഹരി മൂല്യം $50 ബില്യൺ മുകളിൽ വരുമെന്നാണ് അടുത്തിടെ മറ്റൊരു സെർച്ച് എഞ്ചിനായ ഡക്ഡക്ഗോയുടെ CEO ഗബ്രിയേൽ വെയ്മൻ അഭിപ്രായപ്പെട്ടത്. അങ്ങനെ വരുമ്പോൾ പെർപ്ലക്സിറ്റി മുന്നോട്ട് വെച്ച തുക തികയാതെ വരും. അതിനിടയിൽ OpenAI, യാഹൂ, അപ്പോളോ ഗ്ലോബൽ മാനേജ്മെന്റ് തുടങ്ങിയ മറ്റു കമ്പനികളും ക്രോമിൽ കണ്ണുവെച്ച് നിൽക്കുന്നുണ്ട്. പെർപ്ലക്സിറ്റിക്ക് പിടിക്കാനായില്ലെങ്കിലും ഈ പറഞ്ഞ കമ്പനികൾ ക്രോമിനെ സ്വന്തമാക്കിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ആന്റി ട്രസ്റ്റ് കേസും ഗൂഗിളിന്റെ പ്രതികരണവും 2024 ഗൂഗിളിന്റെ തിരയൽ മേധാവിത്വം നിയമവിരുദ്ധമെന്ന ഒരു US ജഡ്ജി വിധിച്ചിരുന്നു. ഇതിന്റെ ഫലമായി ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് 2025 മാർച്ചിൽ ഗൂഗിളിനോട് ക്രോം വിറ്റഴിക്കാൻ നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശത്തിനെതിരെ ഗൂഗിളിന്റെ CEO സുന്ദർ പിച്ചൈ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചു. ക്രോം വിറ്റഴിക്കുന്നത് ആഗോള സൈബർ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് അദ്ദേഹം വാദിച്ചു. ഗൂഗിളിന്റെ 90% ക്രോമിയം കോഡ് സംഭാവനകളും ക്രോമിന്റെ $3.5 ബില്യൺ ഉപഭോക്താക്കളും ഗൂഗിളിന്റെ $2 ട്രില്യൺ വിപണന സാമ്രാജ്യത്തിന്റെ അടിസ്ഥാന ശക്തിയാണ്. ഈ പശ്ചാത്തലത്തിൽ ഗൂഗിൾ ഈ ഓഫർ എളുപ്പത്തിൽ അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ.